തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് ഗൗരി ലക്ഷ്മിഭായി പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. വീണ, ഒരു ചരിത്രമാണ് ആ കൊട്ടാരത്തിന് ചുറ്റുമുള്ളത്, അതിനുള്ളിലും. ഇതിപ്പോൾ ഒരു കവർച്ച എന്നത് അത് എത്ര എളുപ്പമായ ഒരു കാര്യവുമല്ലല്ലോ. എന്ത് സംഭവിച്ചുവെന്നാണ്? കൃഷ്ണരാജ, ഇത് മാസങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു 4.5 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കവർച്ചയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന ഒരു കവർച്ച. അതായത് ഗൗരി ലക്ഷ്മിഭായിയുടെ മുറിക്കുള്ളിലെ ഇരുമ്പ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടിയോളം വിലമതിക്കുന്ന രത്നങ്ങൾ ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇത് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ആദ്യം കുടുംബാംഗങ്ങളും, അതായത് രാജകുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയും കൊട്ടാരത്തിനകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും ചെയ്തു. കാരണം ഇത് പല ആഘോഷവേളകളിലുമാണ് കുടുംബാംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ആ സാഹചര്യങ്ങളിൽ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടോ അല്ലെങ്കിൽ മറ്റൊരു മുറിയിലേക്കോ അല്ലെങ്കിൽ സൂക്ഷിക്കുന്നത് മാറ്റി വച്ചിരുന്നോ എന്നുള്ള, അതായത് മറ്റേതെങ്കിലും മുറിയിലേക്ക് മാറ്റി വെച്ചിരുന്നോ എന്നുള്ള അടക്കം സംശയങ്ങൾ നിലനിന്നിരുന്നു. പിന്നീടാണിത് കൊട്ടാരത്തിനുള്ളിലില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് പോലീസിൽ പരാതി നൽകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ചയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകുന്നത്. പരാതി കഴിഞ്ഞ ദിവസമാണ് പേരൂർക്കട പോലീസിൽ കൈമാറിയത്. പേരൂർക്കട പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 2 കോടിയോളം വിലമതിക്കുന്ന ആഭരണങ്ങൾ, അതായത് കമ്മൽ, മാല, അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള പത്മനാഭസ്വാമിയുടെ മുദ്ര പതിപ്പിച്ചിട്ടുള്ള രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ആഭരണങ്ങളടക്കം ഉണ്ടെന്നാണ് നമുക്ക് പരാതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ അമൂല്യങ്ങളായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളാണ് കൊട്ടാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം നഗരത്തിലെ നഗരമധ്യത്തിൽ അതീവ സുരക്ഷയുള്ള ഒരിടത്ത് തന്നെയാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നതുള്ളതാണ്. ഏക്കർ കണക്കിന് ഭൂമിക്കകത്താണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുണ്ട്, അതായത് സെക്യൂരിറ്റി ജീവനക്കാരനടക്കമുള്ളിടത്തുനിന്ന് എങ്ങനെയാണ് ഈ ഒരു ആഭരണം നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. CCTV ക്യാമറകളടക്കം സ്ഥാപിച്ചിട്ടുള്ളൊരു ഇടം കൂടിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ എത്തിയാണോ ഈ ഒരു സ്വർണം കവർന്നത്? സ്വർണം എങ്ങനെ നഷ്ടപ്പെട്ടു? ആരുടെ പക്കലാണ് സ്വർണം പോയിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളൊക്കെ നീങ്ങേണ്ടതുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളിൽ നിന്ന് പരാതി നൽകിയ മുതിർന്ന രാജകുടുംബാംഗം ഗൗരി ലക്ഷ്മിഭായിൽ നിന്ന് തന്നെ വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ രാജകുടുംബാംഗത്തെ ബന്ധപ്പെട്ടുവെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ലെന്നുള്ള കാര്യമാണ് ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. വൈകാതെ തന്നെ, അതായത് 11:30 സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ പതിപ്പിച്ച പരമ്പരാഗതമായി കൈമാറി വരുന്ന 2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വീണ, ഇത് ഒരു ചെറിയ സംഭവമല്ലല്ലോ. 2 കോടി രൂപയുടെ സ്വർണം കവരുക, അതും രാജകൊട്ടാരത്തിൽ കയറി അലമാരയ്ക്കുള്ളിൽ നിന്ന് അത് മോഷ്ടിച്ചുകൊണ്ട് പോവുക. ഈ പോലീസിന് എന്താണ് സംശയം? ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റുമൊക്കെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പോലീസിന് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അവരെന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പലതരത്തിലുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് ഈ കൊട്ടാരത്തിൻ്റെ പരിസരത്തൊക്കെ. പക്ഷേ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥനൊക്കെ, അതായത് സെക്യൂരിറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. എങ്കിൽ പോലും പുറത്തു നിന്നുള്ള ഒരാളാണോ, അല്ലെങ്കിൽ കുടുംബവുമായി, രാജകുടുംബാംഗങ്ങളുമായി അടുപ്പം പുലർത്തുന്ന ആരെങ്കിലും ഇവിടെ എത്തിയ സമയത്ത് ഇത്തരത്തിലൊരു കവർച്ച നടത്തിയതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ഒരു പരാതി നൽകാൻ വൈകിയതെന്നുള്ളൊരു ചോദ്യം സുപ്രധാനമാണ്. കാരണം 4.5 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി എന്നുള്ളൊരു സുപ്രധാന ചോദ്യം കൂടി നിലനിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചില സംശയങ്ങൾ ഈ ഒരു രാജകുടുംബാംഗങ്ങൾക്ക് അടക്കമുണ്ടായിരുന്നു. അതായത് ഗൗരി ലക്ഷ്മിഭായിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഇത് മറ്റാരെങ്കിലും എടുത്തു വെച്ചതാണോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൈമാറി കയ്യിലെത്തിയതാണോ, അല്ലെങ്കിൽ അലമാരിയിൽ നിന്ന് താഴെ വീണ കണ്ടപ്പോൾ ആരെങ്കിലും എടുത്ത് സൂക്ഷിച്ചതാണോ എന്നുള്ള കാര്യങ്ങളിലടക്കം സംശയങ്ങളുണ്ടായിരുന്നു. പിന്നീട് കുടുംബാംഗങ്ങൾ പക്കലൊന്നും ഇതില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്നൊരു സൂചനയുണ്ട്. അപ്പോഴറിയാം എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.